ടീമിലുള്ളവരൊക്കെ വരുന്നതിന് മുമ്പേ മലയാള സിനിമയിലോട്ട് കടന്നു വരേണ്ടവരായിരുന്നതാ ഈ കാണുന്നവർ. അതെ, നമ്മുടെ കരിക്കിന്റെ ടീമാണ് ഗൈസ്. എന്ന് കരിക്കിന്റെ ടീം വീഡിയോ ഇടുന്ന സമയത്തും കമന്റിൽ എപ്പോഴും പ്രത്യക്ഷപ്പെടുന്ന ഒരു കമന്റാണ്, അയ്യോ ഇവർ സിനിമയിൽ കയറാൻ പറ്റിയില്ലല്ലോ, കരാറ് കൊണ്ട് മുങ്ങിപ്പോയി, കരാറിൽ കുടുങ്ങിപ്പോയി. സോ അപ്പോൾ ഒരുപാട് സംശയമാണ് ഇവരെ അഭിനയിക്കാൻ സിനിമയിലോട്ട് വിടാതെ പിടിച്ചു നിർത്തിയൊക്കെയാണ് കരിക്കിന്റെ ഓണർ എന്ന്. സോ അദ്ദേഹം തന്നെ ഇപ്പം എന്താ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ഇതിനെ പറ്റിയുള്ളത്, കേട്ടോക്കണേ. ഇവരുടെ എല്ലാം പേഴ്സണൽ കോളാണ്. നമുക്കൊരിക്കലും ഒരു ആളുടെ അടുത്തും പറയാൻ പറ്റില്ല നമ്മളോട് മാത്രമേ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അത് അവരുടെ കോളാണ്. പക്ഷേ as long as they are with us, ഡെഫിനറ്റ്ലി നമ്മുടെ പ്രൊജക്ട്സിന്റെ ഭാഗമായിട്ട് അവർ ഉണ്ടാവും. അതല്ല അവർ മൂവിങ് ഔട്ട് ആണെങ്കിൽ അവർക്ക് വേറെ ഓഫേഴ്സ് കിട്ടുമായിരിക്കും. അതിന് നമ്മളൊരു ഗൈഡ് ലൈൻസ് ഒന്നും വെച്ചിട്ടൊന്നുമില്ല, അതിപ്പോഴും ഇല്ല. അത് അവരെല്ലാവരും നമ്മുടെ ഫാമിലിയായിട്ട് നിൽക്കുന്നുണ്ട്. പോയ ഒരു സിറ്റുവേഷനിൽ വി കാൻ പുട്ട് ദം ബാക്ക് ആൻഡ് പുട്ട് ഇറ്റ് ഓൺ ബോർഡ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കേസസേ ഉള്ളൂ. അല്ലെങ്കിൽ ദ ഗുഡ് തിങ് ഇസ് ദാറ്റ് ദേ ആർ സ്റ്റിൽ വില്ലിംഗ് ടു അസോസിയേറ്റ് വിത്ത് us. അപ്പം പോയാലും അവർ ഭയങ്കര വില്ലിംഗ്. ഗൈസ്, ഇത് കേട്ടപ്പോൾ എനിക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി. കാര്യം ഇപ്പൊ നമുക്കൊരിക്കലും ഒരു അഭിനയിക്കുന്ന ആളെ പിടിച്ചു നിർത്താനൊന്നും പറ്റില്ല. അവർക്ക് വേണമെങ്കിൽ അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം ഇതിന്ന് മാറി സിനിമയിൽ അഭിനയിക്കാം. പക്ഷെ ഇവിടെ ഉള്ളൊരു കാര്യം, ഒരുപക്ഷെ അവർ ഇതിൽ നിന്നൊക്കെ സ്വന്തമായിട്ട് മാറി സിനിമയിൽ അഭിനയിച്ച് രക്ഷപ്പെട്ടില്ലെങ്കിൽ തിരിച്ചിവിടെ വരുമ്പോൾ എടുക്കണം വേണ്ടെന്നുള്ളത് ഇതിന്റെ ഓണറിന്റെ ഒരു തീരുമാനമായിരിക്കും. കാരണം ഇപ്പൊ അവരൊരുപാട് കമ്മിറ്റ്മെന്റുകളിലായിരിക്കുമല്ലോ വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ പെട്ടെന്ന് കമ്മിറ്റ്മെന്റുകളൊക്കെ ഉപേക്ഷിച്ച് അവരുടെ സ്വന്തം കരിയർ ഡെവലപ്മെന്റിന് വേണ്ടി സിനിമയിലോട്ട് പോകുമ്പോൾ ഒരു കമ്പനി എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ അത് അവരൊരു കമ്പനിയാണല്ലോ, അപ്പൊ അവരങ്ങനെ ചിന്തിക്കുള്ളൂ. സോ എനിക്കിതെന്ന് മനസ്സിലായത്, ഒരുപക്ഷെ അവർ കരാറിലായിരിക്കാം, പക്ഷേ അവർ പോലും ചിലപ്പോൾ കരാറിന് പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടാവില്ല. കാര്യം പോയി സിനിമയിൽ രക്ഷപ്പെട്ടില്ല, അല്ലെങ്കിൽ വേറൊരു കരിയറിലോട്ട് സിനിമ മേഖലയിലോട്ട് പോയിട്ട് പെട്ടെന്ന് രക്ഷപ്പെടാൻ പറ്റാതെ തിരിച്ച് അവർക്ക് വരാനൊരു സ്ഥലം വേണ്ടേ. ആ സ്ഥലം ഇവിടെ ഇല്ലാതാവുമ്പോൾ അവർ പോവാതിരിക്കാനാണ് സാധ്യത കൂടുതൽ. സോ എനിക്ക് തോന്നിയതാണ് കേട്ടോ.